friends, welcome സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കാറാണ്. അതായത് നിങ്ങൾ ഇനി മുമ്പത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവും നമ്മുടെ RC കാർ, അതായത് റിമോട്ട് കൺട്രോൾ കാറുകൾ ഉണ്ടാവും. 180 ഡിഗ്രി തിരിയണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിമോട്ട് കൺട്രോൾ കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലത്തെ ഒരു കാറാണ്. റിമോട്ട് കൺട്രോൾ ഒന്നല്ല, ജസ്റ്റ് ടോയ് പോലത്തെ ഒരു കാറാണ്. അതായത് ഓഫ് റോഡ് കാറാണ്. ഓൺ ചെയ്തിട്ട് അങ്ങനെ പൊക്കോളും. ഇത് തിരിക്കലും കാര്യങ്ങളൊന്നുമില്ല. തിരിക്കലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ കാണുക. നമ്മൾ എൻ്റെ സ്ക്രീനിൽ കൊടുക്കും, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു ടോയ് കാറാണ്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡിയക്ക് നിങ്ങൾ ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പം എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് അറിയണ്ടേ? നേരെ വീഡിയോയിലോട്ട് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ 4 ടയറാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മളിവിടെ 2 ഗിയർ മോട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗിയർ മോട്ടർ 2 സൈഡ് ഇങ്ങനെ ഷാഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 മതി. അപ്പോൾ 4 ടയർ നമുക്ക് വയ്ക്കാനും പറ്റും. ഗിയർ മോട്ടറിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് സ്പീഡ് കുറവായിരിക്കും, പക്ഷെ നല്ല ടോർക്ക്, നല്ല ശക്തി ഉണ്ടാവും. അപ്പോൾ സാധാ മോട്ടർ തന്നെയാണ് ഗിയർ മോട്ടറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കുറച്ച് ഗിയർ ഉണ്ടെന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു ബാറ്ററിയും 2 ഐസ്ക്രീം സ്റ്റിക്ക്, അതായത് ചോക്കോബാറിൻ്റെ ഒക്കെ സ്റ്റിക്കും, ഒരു സ്വിച്ച്, ഒരു ബാറ്ററി കണക്ടർ, അതായത് 9 വോൾട്ട് ബാറ്ററിയുടെ കണക്ടർ. അതിനുശേഷം നമ്മൾ ഈ 2 മോട്ടറുമേലും വയറുകൾ സോൾഡർ ചെയ്ത് ഇതുപോലെ പാരലായിട്ടൊന്ന് സോൾഡർ ചെയ്ത് എടുക്കുക. അതിനുശേഷം ആ ഒരു മോട്ടറിൽ നിന്ന് മാത്രം 2 വയറെടുത്ത് പ്ലസ് മൈനസ് എടുത്തതിന് ശേഷം മൈനസ് വയർ നേരെ കണക്ടറിലേക്ക് കൊടുക്കാം, പ്ലസ് വയർ ഒരു സ്വിച്ചിൽ കൂടെ കണക്ടറിലേക്ക് കൊടുക്കാം. ഇത്ര ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കുമ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് കണ്ടോ, ഫെവിക്കോളൊക്കെ ആയാലും മതി, ഇതാണ് കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ ടേപ്പ് ഒട്ടിച്ച് വെച്ചാലും മതി. അപ്പോൾ ഗ്ലൂ ഗൺ ഒരുപാട് ചൂട് ആവാണ്ട് നോക്കാമെന്ന് വെച്ചാൽ ഗിയർ മോട്ടറിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിനൊന്നും പറ്റരുത്. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒരു ഫ്രെയിം പോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ടയറും ഇതിന് ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പകുതി പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ബാറ്ററിയും സ്വിച്ചൊക്കെ മര്യാദയ്ക്ക് വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എത്ര ഉള്ളൂ നമ്മുടെ കാറ്. ഇനി നമ്മൾ ബാറ്ററിയും സ്വിച്ചൊക്കെ ഒന്ന് പിടിപ്പിക്കുകയാണ് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മളിത് ബാറ്ററി പിടിപ്പിച്ച് കഴിഞ്ഞു. നമുക്ക് സ്വിച്ച് പിടിപ്പിക്കണം. ഇതുപോലെ ഞാനൊരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ബാറ്ററി പറഞ്ഞൊന്ന് പോകാണ്ടിരിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഭംഗിക്കുറവാണെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മളിതേ ഒരു സ്വിച്ചും കൂടി ഫിറ്റ് ചെയ്തു. നമ്മൾ ആ കണക്ടർ വെച്ചിട്ട് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്താൽ സംഭവം വർക്കിംഗ് ആവും. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് നേരെ ടെസ്റ്റിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു കാറായിരുന്നു ഫ്രണ്ട് പോണത്. അപ്പോൾ ഇത് മണ്ണിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും, മണ്ണിൽ പോവും. പിന്നെ കുഞ്ഞു കമ്പുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതുമേ കൂടെയൊക്കെ പൊക്കോളും. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചില ബെല്ലേക്കങ്ങൾക്ക് ഇതോളം എടുക്കുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വല്ല ഡൗട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ Devanarayan signing out.